Hello everyone, welcome to my classes. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ UGC NET പേപ്പർ 1 250 PYQ സീരീസിന്റെ ഭാഗമായിട്ട് ICT റിലേറ്റഡ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following devices are computer input devices only? A. DVD-R, B. joystick, plotter, touchpad and microphone. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഡിവൈസസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്? നമുക്ക് അറിയുന്നത് തന്നെയാണ്. ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് ആർ ദോസ് ഡിവൈസസ് ഓർ ഹാർഡ്വെയർസ് ദാറ്റ് അലോ ദ യൂസർ ടു പ്രൊവൈഡ് ഡാറ്റ ഇൻപുട്ട് ഇൻസ്ട്രക്ഷൻസ് ടു ദ കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് നൽകുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസിനെയാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മൗസ്, കീബോർഡ്, സ്കാനർ, ബാർകോഡ് റീഡർ, ജോയ്സ്റ്റിക്, ടച്ച് പാനൽ, ടച്ച് പാഡ്, മൈക്രോഫോൺ, ലൈറ്റ് പെൻ, ഡിജിറ്റൽ ക്യാമറ, ട്രാക്ക് ബോൾ, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. അപ്പോൾ ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസസിന് എക്സാമ്പിൾസ് ആണ്. സോ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ വരില്ല, ഓപ്ഷൻ ബി ജോയ്സ്റ്റിക് ഉണ്ട്, ഓപ്ഷൻ സി പ്ലോട്ടർ ആണ്. പ്ലോട്ടർ എന്ന് പറയുന്നത് പ്രിന്റർ പോലെയുള്ള ഒരു ഉപകരണമാണ്, അപ്പോൾ അത് വരില്ല. ഡി വരും, ടച്ച് പാഡ് വരും, അതുപോലെ തന്നെ ഈ മൈക്രോഫോൺ വരും. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ബി, ഡി ആൻഡ് ഇ ആയിരിക്കും. ഓക്കെ, അതായത് ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസസ് ആർ കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് ഡിവൈസസ് ഓൺലി? നമ്മളിപ്പോൾ ഇൻപുട്ട് ഡിവൈസസ് ആണ് നോക്കിയത്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ പറയുന്ന ഔട്ട്പുട്ട് ഡിവൈസസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻപുട്ട് ഡിവൈസസിൽ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യും? ഈ ഡാറ്റയെ പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്തിട്ട് അത് ഇൻഫർമേഷൻ ആയിട്ട് എന്ത് ചെയ്യാണ് ചെയ്യുക? പുറത്തേക്ക് വരികയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇൻഫർമേഷൻ ആയിട്ട് പുറത്തേക്ക് വരുന്നത് ഏതൊക്കെ ഡിവൈസസിലൂടെയാണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. സോ an output device is a hardware component of a computer system that displays information to users. Okay, അപ്പോൾ അതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് മോണിറ്റർ, പ്രിന്റർ, സ്പീക്കർ, ഹെഡ്ഫോൺ, പ്രൊജക്ടർ, GPS, പ്ലോട്ടർ, ബ്രെയിലി എൻപോസർ, ഹാപ്റ്റിക് ഡിവൈസസ്, 3D പ്രിന്റർ. ഇതെല്ലാം ഔട്ട്പുട്ട് ഡിവൈസസിന് എക്സാമ്പിൾസ് ആണ്. സോ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ഏതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ സ്കാനർ വരില്ല, ഓപ്ഷൻ ബി പ്ലോട്ടർ ഉണ്ട്, ലൈറ്റ് പെൻ വരില്ല, പ്രൊജക്ടർ ഉണ്ട്, സ്പീക്കർ ഉണ്ട്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ബി, ഡി ആൻഡ് ഇ ആയിരിക്കും. ഓപ്ഷൻ 4 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് എന്താണ്, ഔട്ട്പുട്ട് ഡിവൈസസ് എന്താണെന്ന് നോക്കിട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇവിടെ 2 ലിസ്റ്റ് തന്നിട്ടുണ്ട്. ലിസ്റ്റ് 1 നമുക്ക് ICT ടേംസ് ആണ് തന്നിരിക്കുന്നത്, ലിസ്റ്റ് 2 മീനിങ് തന്നിട്ടുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്നത് പ്രിന്റർ, ബി സ്കാനർ, സി റാം റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് ഡി CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇത്രയാണ് തന്നിട്ടുള്ളത്. ഈ ലിസ്റ്റ് 2 മീനിങ് അതായത് വോളറ്റൈൽ മെമ്മറി, പ്രൊസസ്സർ, ഔട്ട്പുട്ട് ഡിവൈസ് ആൻഡ് ഇൻപുട്ട് ഡിവൈസ് അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് മാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ പ്രിന്റർ എന്ന് പറയുന്നത് എന്താണ്? പ്രിന്റർ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് അല്ലേ. അപ്പോൾ A3 ആണ് വരിക. A3 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബി നോക്കാം. ബി എന്ന് പറയുന്നത് സ്കാനർ ആണ്. സ്കാനർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. B4 ആണ് വരിക. ഇപ്പോൾ 2 ഓപ്ഷനിൽ B4 തന്നെ വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ റാം ആണ്. റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി ആണ് അല്ലേ. അപ്പോൾ അത് ഏതാ വരിക? സി എന്ന് പറയുന്നത് 1 ആയിരിക്കും അല്ലേ. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് 2 അത് വരുന്നത്. അതുപോലെ CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് പ്രൊസസ്സർ ആണ്. D2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഫ്റ്റ്വെയർ ടൈറ്റിൽസ് ആർ എക്സാമ്പിൾസ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ? അപ്പോൾ എന്താണ് ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് അറിയണം, എന്നാലല്ലേ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ഇനി അറിയാത്തവരുണ്ടെങ്കിൽ മാത്രം ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. സോ നമുക്കറിയാം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് 2 മെയിൻ പാർട്സ് ആണുള്ളത്. ഹാർഡ്വെയർസും ഉണ്ട്, സോഫ്റ്റ്വെയർസും ഉണ്ട് അല്ലേ. അപ്പോൾ ഹാർഡ്വെയർ എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് കാണാനും ടച്ച് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന പാർട്സ് അല്ലെങ്കിൽ കമ്പോണൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർസ് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ആണെങ്കിൽ നമുക്ക് കാണാനോ ടച്ച് ചെയ്യാനോ അങ്ങനെ സാധിക്കാത്തവരെയാണ് നമ്മൾ എന്ത് പറയുക? സോഫ്റ്റ്വെയർസ് എന്ന് പറയുക. അപ്പോൾ ഹാർഡ്വെയർസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും ഒക്കെ പറയാം. അതുപോലെ സോഫ്റ്റ്വെയർസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ, കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്, അതൊക്കെയാണ് സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയറിൽ പിന്നെയും 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ there are 2 മെയിൻ ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ സോഫ്റ്റ്വെയറിനെ പിന്നെയും 2 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. System software is responsible for directly interacting with computer hardware and managing its internal function. System software serves as the interface between the hardware and the end users. അതായത് നമ്മളെ പോലെയുള്ള കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന യൂസേഴ്സിനെയും
കമ്പ്യൂട്ടറിനെയും കമ്പ്യൂട്ടർ ഹാർഡ്വെയർസിനെയും ഒരു ഇന്റർഫേസ് അല്ലെങ്കിൽ ഇന്റർലിങ്ക് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്ത് പറയുന്നത്, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്ന ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നുള്ളത്, ഡയറക്ട്ലി ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ ആയിട്ട് യൂസേഴ്സിനെ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. It acts as an intermediary between the user and the computer hardware, allowing the user to interact with the hardware and use various application and program. അപ്പോൾ നമ്മളെ പോലുള്ള യൂസേഴ്സിനെ ഹാർഡ്വെയർസുമായിട്ട് ഇന്റർലിങ്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ട് അതുവഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാരിയസ് അപ്ലിക്കേഷൻസും പ്രോഗ്രാംസും ഒക്കെ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദീസ് ആർ കോമൺലി പ്രിപ്പയർഡ് ബൈ ദ കമ്പ്യൂട്ടർ മാനുഫാക്ചർ. ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്, നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ മാനുഫാക്ചേഴ്സ് തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സംഭവമാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് സോഫ്റ്റ്വെയർ കൺസിസ്റ്റ് ഓഫ് പ്രോഗ്രാംസ് റിട്ടൺ ഇൻ ലോ ലെവൽ ലാംഗ്വേജസ്. അതൊന്ന് ശ്രദ്ധിക്കണേ, ഇതിൽ വരുന്നത് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ലോ ലെവൽ ലാംഗ്വേജിൽ ഉള്ളതാണ്. യൂസ്ഡ് ടു ഇന്ററാക്ട് വിത്ത് ദ ഹാർഡ്വെയർ അറ്റ് വെരി ബേസിക് ലെവൽ. അതായത് നമുക്ക് യൂസേഴ്സിന് കമ്പ്യൂട്ടറിനായിട്ട് ഇന്ററാക്ട് ചെയ്യണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണ്, ലോ ലെവൽ ലാംഗ്വേജസ് ആണ്. അപ്പോൾ ഇതിൽ വരുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർസിൽ വരുന്നത് എന്താണ്, ലോ ലെവൽ ലാംഗ്വേജിലുള്ള പ്രോഗ്രാംസ് ആണ്. ഇനി നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയറിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്കറിയാം, നമ്മൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം വാങ്ങിക്കുമ്പോൾ അതിൽ നമുക്ക് എന്താ പറയുക, ഓൾറെഡി ഉള്ള ഒരു സംഭവമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ വിൻഡോസ്, ലിനക്സ്, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾസ് ആണ്. ഇതെല്ലാം എന്താണ്, സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആണ്. അതുപോലെ തന്നെ ഡിവൈസ് ഡ്രൈവേഴ്സ് ഉണ്ട്, സോഫ്റ്റ്വെയർ ദാറ്റ് എനേബിൾ ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഫേംവെയർ എന്ന് പറയുന്നത്. പ്രീ ഇൻസ്റ്റാൾ ലോ ലെവൽ സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾസ് ഡിവൈസ് ബേസിക് ഫംഗ്ഷൻ. ഒരു കമ്പ്യൂട്ടറിലെ ബേസിക് ഫംഗ്ഷൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുള്ള, ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ആണ് ഫേംവെയർസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്, സിസ്റ്റം സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ആണ്. പിന്നെ നെക്സ്റ്റ് വൺ ആണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, ടൂൾസ് ഫോർ സിസ്റ്റം മെയിൻ്റനൻസ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ. പിന്നെ ബൂട്ട് ലോഡേഴ്സ് ഉണ്ട്, സോഫ്റ്റ്വെയർ ദാറ്റ് ഇനീഷ്യേറ്റ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡ്യൂറിങ് സ്റ്റാർട്ടപ്പ്. നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് ബൂട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ എംബഡഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ബൂട്ട് ലോഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്, സിസ്റ്റം സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ആണ്. ഇതൊന്ന് നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, ഈ പോയിന്റ്സ് ഒക്കെ എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഉബുണ്ടു ആണ്, ഉബുണ്ടു വരും, ഉബുണ്ടു ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. നെക്സ്റ്റ് വൺ ഗൂഗിൾ ഡോക്സ്, അത് വരില്ല. MS ഓഫീസ് ഉണ്ട്, അത് വരില്ല. ആൻഡ്രോയിഡ് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ ക്രോം OS എന്ന് പറയുന്നത് OS എന്നുള്ളത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഷോർട്ട് ഫോം ആണ്, അപ്പോൾ അതും വരും. ഓക്കെ, അപ്പോൾ 3 വരുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് A, D and E ഓൺലി. ഓക്കെ, അപ്പോൾ എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തിട്ട് ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഫ്റ്റ്വെയർ ടൈറ്റിൽസ് ആർ എക്സാമ്പിൾസ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഓൺലി. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ സോഫ്റ്റ്വെയർസിനെ ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട് പറഞ്ഞു. സോഫ്റ്റ്വെയറിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് അറിയണം അല്ലേ. അപ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഫ്റ്റ്വെയർ ഡിസൈൻ ടു ഹാൻഡിൽ സ്പെസിഫിക് ടാസ്ക് ഫോർ യൂസേഴ്സ്. നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ പറഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മളത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം വാങ്ങിക്കുമ്പോൾ മാനുഫാക്ചർ ഓൾറെഡി അതിൽ എന്താ പറയുക ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് നമ്മൾ എന്ത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അല്ലേ. ഇനി അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് യൂസേഴ്സ് ആണ്. അതായത് യൂസേഴ്സ് അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് അവർക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അത് പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ട് ഒരു സ്പെസിഫിക് അപ്ലിക്കേഷൻ അവരെന്ത് ചെയ്യും, ഒരു ആപ്പ് അതെന്ത് ചെയ്യും, ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, അപ്പോൾ യൂസേഴ്സിന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അവരുടെ സ്പെസിഫിക് ടാസ്കുകൾക്ക് അനുസരിച്ചിട്ട് യൂസേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് എന്ത് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്, അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് കേട്ടോ. സച്ച് സോഫ്റ്റ്വെയർ ഡയറക്ട് ദ കമ്പ്യൂട്ടർ ടു എക്സിക്യൂട്ട് commands given by the user and may be said to include any program that processes data for the user. Application software thus includes examples ആണ് പറയുന്നത് word processor, spreadsheet, database management, inventory and payroll programs and many other applications. അപ്പോൾ ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും നമ്മൾ ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. സോ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ MS Excel അതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ആൻഡ്രോയിഡ് അല്ല, അതൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് അല്ലേ. അഡോബ് ഫോട്ടോഷോപ്പ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. iOS അല്ല, അത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. വിൻഡോസ് അല്ല, അതൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ 2 വരുന്നുള്ളൂ, എയും സിയും വരുന്നുള്ളൂ. സോ ആൻസർ എന്ന് പറയുന്നത് തേർഡ് വൺ, A and C ഓൺലി ആണ്. ഓക്കെ,
സോ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ICTയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ബേസിക് കാര്യങ്ങളോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, അതുപോലെ തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എക്സെട്ര. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.